പ്രേംലേട്ടാ, ഇസ്രായേലിന്റെ ചരിത്രം തന്നെ മാറുന്ന തരത്തിലേക്ക് അവർ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇറാനുമായുള്ള യുദ്ധത്തിനപ്പുറം ഇസ്രായേലിന്റെ ഗതികൾ അല്ലെങ്കിൽ പോക്കുകൾ വേറെ തരത്തിലേക്കാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ്, ജൂതന്മാർ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണോ? ഈ ലോകമഹായുദ്ധങ്ങൾ അതിൻ്റെ തുടങ്ങാനുണ്ടായ കാരണം വളരെ ചെറിയ ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് വലിയ ഭീകരമായ അവസ്ഥയിലേക്ക് പോയതാണ് ചരിത്രം. ഉദാഹരണമായി പറഞ്ഞാൽ ഒന്നാം ലോകമഹായുദ്ധം അത് തുടങ്ങിയത് ആ സമയത്ത് ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ സഖ്യരൂപീകരണമൊക്കെ നടത്തി, പരസ്പര സഹായ സഹകരണ സംഘം അത്തരത്തിൽ സഖ്യരൂപീകരണമൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ പരസ്പരം സഹകരിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ഓസ്ട്രിയയും ഹംഗറിയും. അപ്പോൾ അതിൽ ഒരു ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രഭു ഉണ്ടായിരുന്നു. ഇയാളെ ഒരു സെർബിയൻ ദേശീയവാദി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഈ ഓസ്ട്രിയയും ഹംഗറിയും ചേർന്ന് സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണം. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും പിന്തുണയ്ക്കുന്ന മറ്റു രാജ്യങ്ങൾ ക്രമേണ ഈ യുദ്ധത്തിൻ്റെ പങ്കാളികളായി. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വിനാശകരമായ യുദ്ധം, ഏറ്റവും കൂടുതൽ മനുഷ്യർ പരസ്പരം ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട യുദ്ധം ഒന്നാം ലോക മഹായുദ്ധമായിരുന്നു. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആറ്റം ബോംബ് ഇട്ടതിൻ്റെ ആ കാര്യം വേറെ നിൽക്കട്ടെ. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ പരസ്പരം ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് പേർ മരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സ്പർദ്ധയാണ് ലോകമഹായുദ്ധങ്ങൾക്ക് വഴി തുറന്നിട്ടുള്ളത്. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം. നിലവിൽ ഇസ്രായേലിനെ പരസ്യമായി പിന്തുണച്ച് അമേരിക്ക രംഗത്തുണ്ട്. ഇറാനെ പിന്തുണച്ചുകൊണ്ട് നേരിട്ടല്ലെങ്കിൽ തന്നെ പരോക്ഷമായി പിന്തുണച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ട്. അതേപോലെ റഷ്യ, ചൈന പോലെയുള്ള വൻശക്തി രാജ്യങ്ങളും ഇറാനുമായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ അവരുടെ പടക്കോപ്പുകൾ കോപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഭയക്കേണ്ട ഒരു സാഹചര്യം, ഇത്തരത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരുവിട്ടു പോയാൽ വീണ്ടും അതൊരു ലോകമഹായുദ്ധത്തിൻ്റെ അങ്ങനെ പരിണമിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങുന്നത്. ഇസ്രായേൽ മുന്നും പിന്നും നോക്കാതെ അവർ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് എന്ന രീതിയിലാണ് ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേലിൻ്റെ കയ്യിൽ 6 രഹസ്യ പദ്ധതികൾ ഉണ്ട് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. അത് ചിലതൊക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. ഒന്ന് പറയുന്നത് അവരുടെ വെസ്റ്റ് ബാങ്ക് അധിനിവേശം. ഫലസ്തീൻ എന്ന് പറയുന്ന, സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സങ്കല്പത്തിൽ ഉള്ള ഒരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. പക്ഷേ ആ വെസ്റ്റ് ബാങ്ക് ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ കൈയടക്കുകയാണ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇസ്രായേൽ പൗരന്മാരെ കൊണ്ട് താമസിപ്പിച്ച് അവിടെ ഈ പലസ്തീൻ സ്വദേശികളായിട്ടുള്ളവരെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കി അവിടെ ഇസ്രായേൽ സ്വദേശികളെ അവിടെ കൊണ്ട് കുടിയിരുത്തുകയാണ്. ഏതാണ്ട് 3400ഓളം വീടുകൾ നിർമ്മിച്ച് അവിടെ അവിടുത്തെ വർഗപരമായ അല്ലെങ്കിൽ വംശീയപരമായിട്ടുള്ള വേർതിരിവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. അങ്ങനെ ഈ സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗാസയിലും സമാനമായ രീതിയിൽ ഗാസ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ടാണ് ഇസ്രായേൽ പദ്ധതി ഇടുന്നത്. അവിടെ ഒരു തരത്തിലും ഫലസ്തീൻകാരെ അവിടെ അനുവദിക്കില്ല. അവിടെ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടത്തുന്നു. ഇത് നമുക്ക് നിത്യേന വാർത്തകളിലൂടെ നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷം നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ടുനിന്ന യുദ്ധം നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഇസ്രായേലിൻ്റെ വ്യോമസേനയാണ് അവിടെ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. കാരണം കുറേ ദൂരം താണ്ടി ഒരു രാജ്യം മറികടന്ന് വേണം ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ. അപ്പോൾ അത്രയും ദൂരം താണ്ടി അവരുടെ യുദ്ധവിമാനങ്ങൾക്ക് പോകാൻ വേണമെങ്കിൽ പോകുന്ന വഴിക്ക് അവരുടെ യുദ്ധവിമാനങ്ങൾക്ക് രണ്ടാമത് ഇന്ധനം നിറയ്ക്കേണ്ടി വരും. അപ്പോൾ ആ പോകുന്ന വഴി ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന യുദ്ധ ടാങ്കറുകൾ, എണ്ണ ടാങ്കറുകൾക്ക് പകരം പുതിയ 2 ടാങ്കർ വിമാനങ്ങൾ കൂടി വാങ്ങാനായിട്ട് ഇസ്രായേൽ പദ്ധതി ഇടുന്നുണ്ട്. KC-46 എന്ന് പറയുന്ന 2 ടാങ്കർ വിമാനങ്ങൾ ബോയിങ്ങിൽ നിന്ന് വാങ്ങാനായിട്ട് $500 മില്യൺ കരാർ ഇസ്രായേൽ നൽകിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇക്കാര്യം അടിവരയിട്ട് പറയാൻ സാധിക്കും. കാര്യം പലസ്തീനാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്തുള്ള ഭീഷണിയുള്ള, ഹമാസിൻ്റെ ഭീഷണിയുള്ള പലസ്തീനാണ്. പക്ഷേ അവിടെ വ്യോമസേനയ്ക്ക് നേരിട്ട് പോയി യുദ്ധം ചെയ്യാവുന്നേ ഉള്ളൂ. വഴിയിൽ എണ്ണ രണ്ടാമത് നിറയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇറാനെ ലക്ഷ്യമിടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എണ്ണ ടാങ്കറുകൾ കൂടിയേ തീരും. അപ്പോൾ പുതിയ എണ്ണ ടാങ്കറുകൾ അവർ വാങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഇറാനുമായിട്ട് ഇനിയും ഭാവിയിലും യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ആയുധങ്ങൾ സംഭരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ പുതിയ അത്യന്താധുനിക ആയുധങ്ങളും ഇസ്രായേൽ സംഭരിക്കുന്നുണ്ട്. നമുക്ക്
ലോകം കണ്ട ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രാഷ്ട്രമാണ് ഇസ്രയേൽ. അപ്പോൾ അവർ അതിലേക്ക് ലേസർ ആയുധങ്ങൾ ഇപ്പോൾ കൊണ്ടുവരും. നമ്മുടെ ഈ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ വധം നമ്മൾ കണ്ട ഏതോ ലേസർ തോക്ക് ഉപയോഗിച്ചാണ് അവരെ. അപ്പോൾ അത്തരത്തിലുള്ള ലേസർ ആയുധങ്ങൾ ഇസ്രയേൽ വാങ്ങുന്നു. അതേപോലെ AI നിയന്ത്രിത ആയുധങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ചുരുക്കം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ റോബോട്ടുകൾ, കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനങ്ങളുള്ള ആയുധങ്ങൾ വാങ്ങുന്നു. അതേപോലെ തന്നെ സ്വയം നിയന്ത്രിക്കുന്ന ഡ്രോണുകൾ, അതായത് എന്തെങ്കിലും ഒരു റഡാർ സിഗ്നലുകൾ വഴി ഏതെങ്കിലും ശത്രു വിമാനങ്ങളോ റോക്കറ്റുകളോ മറ്റോ അതിർത്തി ഭേദിച്ച് വരുന്നത് റഡാർ സംവിധാനങ്ങൾ വഴി കണ്ടു കഴിഞ്ഞാൽ ഡ്രോണുകൾ തന്നെ പറന്ന് തന്നെ ആക്രമണം നടത്തുന്ന തരത്തിലുള്ള ഡ്രോണുകളടക്കം ഇസ്രയേൽ വാങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിൽ അവർ പുതിയ ആയുധങ്ങൾ സംഭരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവരുമായിട്ട് പ്രശ്നത്തിലുള്ള രാജ്യങ്ങൾ ഭയക്കണം. പിന്നെ ഇസ്രയേലിൻ്റെ ഒരു ബൃഹത് പദ്ധതി ഉള്ളത് എബ്രഹാം ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. നിലവിൽ ഇസ്രയേലുമായിട്ട് സഹകരിക്കുന്ന അറബ് രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, അതേപോലെ ബഹ്റൈൻ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു സൈനിക പ്രതിരോധ സംവിധാനം, അതാണ് എബ്രഹാം ഷീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇറാൻ്റെ ഭീഷണികളെ ചെറുക്കുക, അല്ലെങ്കിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന തീവ്രവാദ സംഘടനകളുണ്ട്, ഹിസ്ബുള്ളയുണ്ട്, ഹമാസ് ഉണ്ട്, ഹൂത്തികളുണ്ട്, അതേപോലെ തന്നെ അവരുടെ നമ്മുടെ പലസ്തീനിലുള്ള ഹമാസ്. അപ്പോൾ ഇത്തരം ആൾക്കാരെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഉള്ള ഒരു വലിയ ബൃഹത്തായ സൈനിക പദ്ധതിയാണ് ഈ എബ്രഹാം ഷീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ ഇറാൻ്റെ അയൺ ഡോം എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം പ്രസക്തമാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന അവരുടെ സഖ്യരാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുമായി സഹകരിക്കുന്ന സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് പോലും സുരക്ഷ ഒരുക്കുന്ന തരത്തിൽ ഇസ്രയേൽ നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതേപോലെ പിന്നെ അതീവ രഹസ്യമായി നടപ്പിലാക്കുന്ന ഒരു സംഗതി കൂടി ഇസ്രയേൽ ഇപ്പം നടക്കുന്നുണ്ട്. പലസ്തീൻകാരുടെ ഫോൺ സംഭാഷണങ്ങൾ, അവർ നടത്തുന്ന രഹസ്യ ഇടപാടുകളടക്കം എല്ലാം നിരീക്ഷിക്കുകയാണ്. ചിന്തിക്കാൻ പറ്റില്ല, മറ്റൊരു രാഷ്ട്രത്തിലെ പൗരന്മാരുടെ എല്ലാ വിവരങ്ങളും വേറൊരു രാഷ്ട്രം ഇരുന്ന് നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതത്ര സാധ്യമല്ല. പക്ഷേ ഇസ്രയേൽ അതിനുപോലും പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇസ്രയേൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അവരുടെ മേലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കൃത്യമായി പറഞ്ഞാൽ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ അടക്കമുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ ഫലസ്തീനിൽ നടത്തുന്ന സൈനിക ഇടപെടലുകൾ നിർത്തിവെക്കണം, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം, അവിടെ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും രക്തം ചൊരിയുന്നത് പരിഹരിക്കപ്പെടണം എന്നുള്ള നിലപാടുകളുടെ പേരിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഇസ്രയേലിൻ്റെ മേലിലുള്ള എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എന്നിരുന്നാലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രയേൽ അവരുടെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇസ്രയേൽ കടുത്ത നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരു തീപ്പൊരി ഉണ്ടായാൽ അത് വലിയൊരു തീഗോളമായി മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകരുതേ എന്ന് തൽക്കാലം പ്രാർത്ഥിക്കാം.